നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സുജിത്ത് വൈദ്യൻ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ ന്യൂസിന്റെ കുറച്ച് വിശേഷങ്ങളും എൻ്റെ ചെണ്ടപടുത്തത്തിന്റെ നിലവാരം എവിടം വരെ ആയി എന്നൊക്കെ നിങ്ങളോടുള്ള ഷെയറിംഗ് ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ന്യൂസിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ടാമത്തെ ബർത്ത്ഡേ നിങ്ങളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷമാണ് നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ ഇടാതായത്. ന്യൂസിന് രണ്ടാമത്തെ ബർത്ത്ഡേക്ക് ശേഷം വന്ന പൂജയെടുപ്പിന് അവളെ എഴുത്തിനിരുത്തി. നമ്മൾ പുറത്തൊന്നും കൊണ്ടുപോയില്ല. മീൻസ് അമ്പലങ്ങളിലോ അല്ലെ മറ്റ് എഴുത്തിനിരുത്തുന്ന സ്ഥലങ്ങളിലൊന്നും കൊണ്ടുപോയില്ല. വീട്ടിൽ തന്നെ വെച്ച് നീരുമാണ് എഴുതിച്ചത്. എഴുതിക്കാൻ നേരത്ത് കുറച്ച് ചെറിയ വാശികളൊക്കെ കാണിച്ചെങ്കിലും അവൾക്ക് നേരത്തെ എഴുത്തിനിരുത്തുമാണ് എന്നൊക്കെ പറഞ്ഞ് ഹരിശ്രീ ഗണപതായ നമ്മ ആണ് എഴുതുന്നത്. ഇതൊക്കെ അവളെ നേരത്തെ അവളോട് പറയുന്നുണ്ടായിരുന്നു. ന്യൂസിന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടേക്കെന്ന് വെച്ചാൽ അവളോട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ് അവളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ സംഭവം വരുമ്പം അതനുസരിച്ച് അവള് പ്രവർത്തിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് കാണിച്ചെങ്കിലും നീരു അവളെ പിടിച്ച് എഴുതിച്ചു. അരിയിൽ എഴുതി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അരിവാരി എറിയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ന്യൂസിന് പെൻസിൽ ബാലൻസ് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴാണെങ്കിലും നീരു പഠിക്കുന്നുണ്ട്. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണെങ്കിലും ന്യൂസ് വന്നിരുന്നു അവക്കൊരു പെൻസിലും ഒരു പേനയും ഒരു ബുക്കും ഉണ്ട്. അവൾ തന്നെ കുത്തി വരയ്ക്കാൻ തുടങ്ങും. ഞങ്ങൾ ആ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊന്നും ഞങ്ങൾ അവളെ വിലക്കിയിട്ടില്ല, ചെയ്യരുതെന്നൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് എന്താ അവളെ പിടിച്ചെഴുതിപ്പിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവൾക്ക് നല്ലപോലെ പെൻസിൽ ബാലൻസ് ആയി. എഴുതിനെത്തിയതിനു ശേഷമാണ് പിന്നെ നമ്മുടെ ക്രിസ്മസ് വന്നു, ന്യൂ ഇയർ ആയി. ന്യൂ ഇയറിന് ശേഷം ന്യൂസിനെ ജാനുവരി 3-ാം തീയതിയാണ് അംഗനവാടിയിൽ വിട്ടത് ആദ്യമായിട്ട്. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അംഗനവാടിയിൽ വിടും പോകും എന്നൊക്കെ നേരത്തെ പറഞ്ഞ് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാം പുള്ളിക്കാരി ഭയങ്കര ഓൾറെഡി സെറ്റാണ്. മൈൻഡിൽ സെറ്റാണ്. എല്ലാം ഇന്നടത്ത് പോവാണ് എന്നൊക്കെ എല്ലാം സെറ്റ് ആയതുകൊണ്ട് നല്ല ഉഷാറായിട്ട് ഇറങ്ങി അവിടെ കൊണ്ടുവിട്ട് നേരെ കയറി ടീച്ചറിന്റെയും ആയമ്മയുടെ ഒക്കെ കൂടെ ഇരുന്ന് പിന്നെ മറ്റു കുട്ടികളുടെ ഒക്കെ കൂടെ ആയിരുന്നു ഒരു 6 മാസം. എല്ലാ ദിവസവും അംഗനവാടിയിൽ പോകണം. ഒറ്റ ദിവസം പോലും മുടക്കിയിട്ടില്ല. എനിക്കൊന്ന് അംഗനവാടിയിൽ പനി വന്നു പോലും അവൾക്ക് പോകാതിരിക്കേണ്ടി വന്നിട്ടില്ലെന്ന് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ അംഗനവാടിയിലെ കളികളും അവിടുത്തെ കഞ്ഞിയോടി അതിനിടയ്ക്ക് 1-2 പ്രാവശ്യം കാർത്തി വന്നപ്പോൾ അവന്റെ വ്ളോഗിലുണ്ട്. അംഗനവാടിയിലെ വിശേഷങ്ങൾക്ക് അവന്റെ വ്ളോഗിലും ഉണ്ടായിരുന്നു. അങ്ങനെ അംഗനവാടി പോകുമ്പോൾ ഇവിടുന്ന് അടുത്തു തന്നെ 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ബ്രദറിന്റെ മോൻ സായിക്കോട്ടനുണ്ടായിരുന്നു. അപ്പൊ സായിക്കോട്ടനും ന്യൂസുമായിട്ടാണ് ഭയങ്കര അടുപ്പം. സായിക്കോട്ടനാണ് പക്ഷെ ഇവളെക്കാൾ 1 വയസ്സിന് മൂത്തതാണ്. അപ്പൊ അങ്ങനെ അവൻ LKG ചേരാനായിട്ട് ഈ അധ്യയന വർഷം പോയപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങി സായിക്കോട്ടൻ വലിയ സ്കൂളിൽ പോയി, അതുകൊണ്ട് കുഞ്ഞിനോട് ഇനി ഇല്ല, അംഗനവാടിയിൽ ഇനി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ട് അവക്കും വലിയ സ്കൂളിൽ പോകണം. ഇതുവഴി പോകുന്ന ഒരു വണ്ടിയുണ്ട്. ആ വണ്ടി പോകുമ്പോഴൊക്കെ കാണുമ്പോൾ പറയും എൻ്റെ വണ്ടിയാണ്, എൻ്റെ സ്കൂളിൻ്റെ വണ്ടിയാണെന്ന് പറഞ്ഞ് അങ്ങനെ അവൾ പറഞ്ഞ് ആ സ്കൂളിൽ തന്നെ ഞങ്ങൾ അവളെ കൊണ്ട് ചേർത്തു. അതിൻ്റെ ഇടയിലൊരു കാര്യം പറയട്ടെ, ന്യൂസിന്റെ ബർത്ത്ഡേ ഈ സമയത്താണ് നടക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ന്യൂസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് മെയിലാണല്ലോ ബർത്ത്ഡേ. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പൊക്കെയാണ് അവിടെ ബർത്ത്ഡേ നടക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം 3-ാമത്തെ ബർത്ത്ഡേ ആണ്. 3 വയസ്സായി ന്യൂസിന്. അപ്പം കാർത്തിക് വന്നു, കാർത്തികിന്റെ അച്ഛനും അമ്മയും വന്നു, എൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ നമ്മൾ അവിടെ 3-ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചു. കാർത്തിക് വരുന്നതും പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കാർത്തികിന്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടാത്തതൊന്നും ഭയങ്കര ജാടയായിട്ട് നിൽക്കുകയാണ്. എപ്പോഴും ചോദിക്കും കാത്തിരി എന്ത് ചെയ്യുന്നു, കാർത്തികിനെ വിളിക്കുന്ന കാത്തിരി എന്നാ, കാത്തിരി കൊച്ചച്ഛൻ എന്ത് ചെയ്യേ, കൊച്ചച്ഛൻ ചിലപ്പോഴേ വിളിക്കുള്ളൂ, അല്ലാതെ എപ്പോഴും പറയുന്നത് കാത്തിരി എന്ത് ചെയ്യേ, കാത്തിരി എന്നാ വരുന്നത്, ഇതൊക്കെയാണ് ചോദ്യം. കൊച്ചച്ഛന് കൊച്ചച്ഛന്റെ വണ്ടി പോയി. ഇത് നമുക്ക് വീണ്ടും സ്കൂളിന്റെ വിശേഷം. മോണ്ടിസോറി ലേണിംഗ് സ്കൂളാണ് അത്. pre-KG ഉണ്ട്, ബഡ്സ് ഉണ്ട്, മേലോട്ട് 5-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളാണ് ഉള്ളത്. അവളെ അവിടെ എന്തിനു വിട്ടു എന്ന് വെച്ചാൽ അവിടെ ബേസിക്സ് കറക്റ്റ് ആവാൻ വേണ്ടിയാണ് അവളെ ഈ മോണ്ടിസോറി ലേണിംഗിൽ ആ ഒരു ടൈപ്പ് കാറ്റഗറി സ്കൂളിൽ വിട്ടത്. സ്കൂളിലാണെങ്കിലും അംഗനവാടിയിലാണെങ്കിലും അവൾക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടുമില്ല. അവൾക്ക് രാവിലെ എണ്ണീറ്റാൽ അവിടെ പോകണം. അത് അവളുടെ മൈൻഡിൽ സെറ്റാണ്. ആക്ടിവിറ്റീസ്, പ്ലേ ഗ്രൗണ്ട്, അതേപോലെ ലേണിങ്സ്, സ്ലാൻഡിങ് ലൈന്, സ്ലീപ്പിംഗ് ലൈന്, കർവ്, ഇങ്ങനത്തെയുള്ള ചെറിയ പഠനമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ പാട്ടുകളുണ്ട്. പാട്ടുകളൊക്കെ അവൾക്ക് അറിയാം. നമ്മൾ TV കാണുന്ന പാട്ടുകളൊക്കെ ആണെങ്കിലും അറിയാം. പക്ഷെ നമ്മൾ പാടാൻ പറഞ്ഞാൽ അവൾ പാടൂല. അതല്ല, നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പം ഇടയ്ക്കുള്ള മൂളിപ്പാട്ടൊക്കെ പാടാൻ തുടങ്ങും. പക്ഷെ ഭയങ്കര കോൺഷ്യസ് ആണ്. നമ്മൾ ആ സമയത്ത് ക്യാമറ ഓണാക്കി നോക്കി അപ്പം സ്റ്റോപ്പ് ചെയ്യും. അവളെ ഇങ്ങനെ ഇടം കണ്ടിട്ടുണ്ടോ നോക്കും. അവൾക്കറിയാം ക്യാമറ ഏത് ആംഗിളിലുണ്ടെന്നുള്ളത്. അപ്പം അവൾ സ്റ്റോപ്പ് ചെയ്യും. അവിടെ പാട്ടും കാര്യങ്ങളെല്ലാം. പിന്നെ ബഹളമായിരിക്കും. ഇതല്ലാതെ അവിടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് പാവകളുമായിട്ടുള്ള കളികളൊക്കെ ഇപ്പോഴാണ് തുടങ്ങിയിരിക്കുന്നത്. റീസെൻ്റ്ലിയാണ്. അതുവരെ അവൾക്ക് പാത്രങ്ങൾ,
പിച്ചാത്തി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾക്കൊരു പീലർ കൊടുക്കുമായിരുന്നു. അതുപോലെ ഒറിജിനൽ കത്രിക്ക് വരെ അവൾക്ക് കളിക്കാൻ ഒരു കത്രിക കൊടുക്കും. ഇതൊക്കെ വെച്ച് കട്ട് ചെയ്യുക, അതേപോലെ വെജിറ്റബിൾ കൊണ്ട് വെച്ച് പീലർ വെച്ച് കട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുക, തേങ്ങ തിരുമുക, ഇതൊക്കെയാണ് അവിടെ ആക്ടിവിറ്റീസ്. ഇനി നമുക്ക് പോകെ അവിടെ വിശേഷങ്ങൾ കാണാം, നമുക്ക് വ്ളോഗുകളിൽ കാണാം. ഇത്രയൊക്കെയാണ് നമുക്ക് നിന്നൂസിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി പറയാനുള്ളത് ചെണ്ടപഠിത്തത്തെ പറ്റിയാണ്. മാർച്ച് 19 ഞാൻ ചെണ്ട പഠിക്കാനാണ് തുടങ്ങിയത്. എന്നെ ചെണ്ട പഠിപ്പിക്കുന്നത് സന്തോഷം എന്ന് പറയുന്ന ആശാനാണ്. ആശാനെ ഞാൻ നമ്മുടെ ഇവിടെ മന്നാൽ ക്ഷേത്രത്തിലെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെട്ടാണ്. വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ചെണ്ട പഠിക്കുക എന്നുള്ളത്. പക്ഷേ അതിന് സാഹചര്യം ഒത്തില്ല. ഇപ്പം ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ചെണ്ടപഠിത്തം തുടങ്ങിയത്. വെളിയിലോട്ടോ കൈ തിരിയാൻ വേണ്ടിയാണ്. തുടങ്ങി ഞാൻ ഗണപതി കൈ കഴിഞ്ഞു. കിട്ട 4-ാം കാലം വരെ നല്ല രീതിയിൽ കൊട്ടും. ബാക്കി കാര്യങ്ങൾ ഒക്കെ പഠിച്ചു വരുന്നു. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ വരുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആശാനോടെ വരുന്നൊരു ദിവസം ഞാൻ ആശാനോട്ട് ഇരുന്നിട്ട് നിങ്ങളായിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാം. എനിക്കിപ്പം ഞാനതിൽ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് 5-ാം കാലത്തിൻ്റെ അതായത് മേളിൽ കൊട്ടുക, അതിന് കൈ അങ്ങോട്ട് വഴങ്ങി വരുന്നില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ടിപ്പ് പറഞ്ഞു തരണം. എങ്ങനെ നമുക്ക് 5-ാം കാലം മേളിൽ കൊട്ടുന്നത്, അല്ലെങ്കിൽ തായമ്പകയ്ക്കൊക്കെ ഉരുള് കൈ ഉണ്ടല്ലോ, അതെങ്ങനെ വരും എന്നുള്ളതിനെ പറ്റിയാണ് എനിക്കത് ഇടം കൈയും വലം കൈയും കൂടെ ഒരു കോർഡിനേഷൻ കറക്റ്റാവുന്നില്ല. അതുകൂടെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ബാക്കി ചൊല്ലുകളൊക്കെ പഠിച്ചു തുടങ്ങാം. അതുപോലെ ചൊല്ലുകളെ പറ്റി പറയുമ്പം തായമ്പകയുടെ ആദ്യത്തെ കുറേ ചൊല്ലുകൾ ഞാൻ കാണാപ്പാടമായി, ഗണപതി കൈ കാണാപ്പാടമായി. ഇതൊക്കെയാണ് ചെണ്ടപഠിത്തത്തിൻ്റെ അപ്ഡേറ്റുകൾ. നമ്മുടെ ഇനി അടുത്ത വീഡിയോയിൽ നമുക്കിനി കാണാം. കൂടുതൽ കുക്കിംഗ് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേസ്റ്റ് ക്രൂസർ സൈനിങ് ഓഫ്.